ആദ്യമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ എന്നെ സാക്ഷിയാക്കി തീർത്തതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ടാൻസൺ ലൂയിസ്. ഇത് എൻ്റെ അനുജൻ്റെ മകൻ റിച്ചാർഡ് കെവിൻ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ മാസത്തിലാണ്. അതിനു മുമ്പ് ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ്. പിന്നീട് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക കൃപാസന പത്രം ലഭിച്ചത്, ആ പ്രവർത്തനത്തിൻ്റെ പത്രം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ആലയത്തിൽ വരാൻ സാധിച്ചത്. ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ അനുജൻ്റെ മകന് കിട്ടിയ അനുഗ്രഹത്തിനാണ്. അമ്മയുടെ പ്രത്യേക അനുഗ്രഹം ലഭിച്ചതിന്. അനിയൻ്റെ മകൻ 2019 അവസാനത്തോടുകൂടി MBA കഴിഞ്ഞ് ഇവിടെ ഡിഗ്രിയും കഴിഞ്ഞ് എല്ലാതിന് ശേഷം അവൻ കാനഡയിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് പോയി. അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ നല്ല രീതിയിൽ പൂർത്തിയാക്കി. അതിനുശേഷം PR ജോലിയും ലഭിച്ചു. PR ലഭിക്കാൻ വേണ്ടിയിട്ട് വളരെ നാൾ കഷ്ടപ്പെട്ട് കാത്തിരുന്നു. യാതൊന്നും PR-ൻ്റെ യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. ഈ വിവരം ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ 9ാമത്തെ പുതുക്കലിൻ്റെ സമയത്താണ് ഞാനത് നിയോഗമായിട്ട് വെച്ചത്. ആ നിയോഗത്തിൽ വെച്ച് അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്, അപ്പോൾ ഇതിനു മുമ്പ് അവന് നാട്ടിൽ വരാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു വിഷമവും ആ മകനുണ്ടായിരുന്നു. 2024 ഞാനിത് വെച്ചതിന് ശേഷം 25 വെച്ചതിന് ശേഷം എനിക്ക് ഈ 2026 ആദ്യമേ തന്നെ അവന് PR ലഭിക്കുകയും നാട്ടിൽ വരാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടലും സമചുരുക്കം കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. 3.5 വർഷം കാത്തിരുന്നിട്ടും ലഭിക്കാതിരുന്ന ഈ അനുഗ്രഹത്തെ ഓർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എൻ്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ അകത്താണ് എൻ്റെ വീടിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ സൈഡിലുള്ള വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീതിയുള്ള വഴിയുമാണ്. അവിടെ ഒരു തേക്ക് മരം ഉണ്ടായിരുന്നു. 2024 കാറ്റും മഴയത്തും, ജൂൺ മാസത്തിലുള്ള ഭയങ്കര കാറ്റും മഴയത്തും ഈ തേക്ക് മരം കടപുഴുകി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ചെമ്മണ്ണ് പുറത്ത് വന്ന്. അപ്പോൾ അയൽവാസികളെല്ലാം ഓടി വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എങ്ങനെയും വെട്ടി മാറ്റണമെന്ന് പറഞ്ഞു. നല്ല മഴയുണ്ട്. ഞാൻ ആൾക്കാരെ അന്വേഷിച്ചിട്ട് ആരെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവസാനം ഒരു 4 മണിയായപ്പോൾ വെട്ടുകാർ വന്ന് അവർ വെട്ടി ഇട്ട് അവർ ഒരു കണ്ടീഷൻ വെച്ച് അവർ കൊണ്ടുപോയിക്കോളാം, ആ കാശുകാരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരാം, അവരുടെ കൂലിയെല്ലാം അടക്കാം. പക്ഷേ വെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ മരത്തിൻ്റെ അടിയിൽ ഒരു കേട് കണ്ടപ്പോൾ അത് ഉപേക്ഷിച്ച് അവർ പറഞ്ഞ് കാശ് തന്നാൽ മതി, ഞങ്ങളുടെ പണിക്കാശ് തന്നാൽ മതി എന്ന് പറഞ്ഞ് അവർ വിട്ടേച്ച് പോയി. അവരാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. 1 വർഷത്തോളം ഞാൻ ആ മരം അപ്പോൾ വെട്ടിയിട്ട് ഉടനെ കൊണ്ടുപോകുന്നുള്ള കണ്ടീഷനിലാണ് ആ മരം വെട്ടിയിട്ടത്. അപ്പോൾ ഈ വലിയ സൗകര്യമായിട്ടൊന്നും വെച്ചില്ല, അവിടെ തന്നെ നിരത്തി അങ്ങ് ഇട്ടുകൊണ്ടാണ് അവർ പോയത്. അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വരുന്ന വണ്ടികൾക്ക് കയറാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളായി കഴിഞ്ഞപ്പോൾ ഞാനത് അവസാനം ഈ മോന് വേണ്ടി വെച്ച ആ സമയത്ത് തന്നെ 2009 സാക്ഷ്യത്തിൽ നിയോഗത്തിൽ ഞാനത് നിയോഗമായിട്ട് വെച്ച് അത് സമയം ചുരുക്കുന്നത്. അപ്പോൾ അതിലൊരു ഇതും വെച്ച് 2025 ജപമാല റാലിക്ക് മുമ്പായിട്ട് അത് വിറ്റു പോകണം. ആ ജപമാല റാലിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഞാനും തരുമെന്നും പറഞ്ഞിട്ട് അമ്മയോട് പ്രത്യേകം ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആഗസ്റ്റ് മാസത്തിൽ തന്നെ അത് വിറ്റു പോകുകയും ഞാനിവിടെ വന്ന് അതിൻ്റേതായ എൻ്റെ കോൺട്രിബ്യൂഷൻ ചെയ്യുകയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അത് സാധിച്ചു തരികയും ചെയ്തു. ഇത് രണ്ടാമത്തേത്. മൂന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 ജപമാല റാലിക്ക് എൻ്റെ 2 മുട്ടുകാലും തേയ്മാനമാണ്. 10-15 വർഷമായിട്ട് ഞാൻ വേദന അനുഭവിച്ചിട്ടുണ്ട്. പല ഡോക്ടർമാരുടെ അടുത്ത് മരുന്ന്, ആയുർവേദം, ഹോമിയോ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെ അവസാനത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ളതാണ്. വലത്തേക്കാലം എന്തായാലും ഓപ്പറേഷൻ ചെയ്യണം, ഇടത്തേക്കാലം പിന്നീട് ചെയ്താലും മതി, വലത്തേക്കാലം ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ 2025 ജപമാല റാലിയിൽ ഇവിടെ വന്ന് റാലിയിൽ പങ്കെടുത്ത് വെളുപ്പിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പുകളായിട്ട് പോകുന്ന സമയം ഞാൻ തലേന്ന് ഇവിടെ വന്ന് താമസിച്ച് ഗ്രൂപ്പുകളായിട്ട് വന്ന വെളുപ്പാങ്കാലത്ത് തന്നെ ആ ഗ്രൂപ്പിൻ്റെ കൂടെ ഞാൻ ഒറ്റക്കാണ് വന്നതെങ്കിലും ഒരു ഗ്രൂപ്പുകളുടെ കൂടെ ഞാൻ അങ്ങ് പോയി അർത്തിങ്കൽ കടപ്പുറം എത്തുന്നതിന് മുമ്പ് ഞാൻ ആകെ കുഴഞ്ഞു പോയി. എനിക്ക് ഒട്ടും നടക്കാൻ പറ്റണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഞാൻ തിരിച്ച് ഒരു വണ്ടി കിട്ടി. ആ വണ്ടിയിൽ ഞാൻ അർത്തിങ്കൽ പള്ളിയിൽ വന്ന് അമ്മയുടെ അവിടുത്തെ കുർബാനയും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് കുർബാന കൂടി അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. അത് എൻ്റെ രോഗം സുഖപ്പെടുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ. പിന്നെ ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഈ 1-ാം തീയതി 2-ാം തീയതി വന്ന് പത്രം വാങ്ങിച്ച് അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം കൊണ്ട് ഈ പത്രം എല്ലാവരും എല്ലാ വീടുകളിലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പത്രം കാത്ത് കുറേ അമ്മമാർ കാത്തിരിപ്പുണ്ടാവും. അവർക്ക് ഈ പത്രം കിട്ടിയില്ലെങ്കിൽ അവർ വിളിച്ചു ചോദിക്കും, എന്താ പത്രം കൊണ്ടുവരാത്തെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും അസൗകര്യമായിരിക്കും, അസുഖമില്ലെങ്കിലോ അല്ലെങ്കിൽ. പക്ഷേ ആ പത്രങ്ങൾ അന്ന് തന്നെ കൊടുത്ത് തീർക്കും. അവർക്ക് വലിയ സന്തോഷമാണ്. കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നേർച്ച വസ്തുക്കൾ എന്തെങ്കിലും അവർ പറയും, അതെല്ലാം അവർക്ക് ഓരോരുത്തർക്ക് കൊണ്ടുവന്ന് കൊടുത്ത് അവർ സന്തോഷം.
കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് ഞാൻ സ്ഥിരമായിട്ട് എല്ലാ മാസവും ഒരു സംഖ്യ കൊടുക്കുന്നുണ്ട്. അതുപോലെ പരിചയത്തിൽ ആരെങ്കിലും കണ്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ചോദിക്കണം, അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ പണിക്കോ എന്തെങ്കിലും എന്ന് വെച്ചാൽ അത് ഞാൻ കൊടുക്കാറുണ്ട്. അതിനാരോടും പ്രത്യേകിച്ച് ചോദിക്കാറില്ല, ഞാൻ തന്നെ കൊടുക്കുന്നു. പിന്നീട് ജനറൽ ആശുപത്രിയിൽ പോയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ OP പേഷ്യൻറ്റുമാർ, കാരണം മറ്റുള്ളവർക്ക് അവിടെ ഭക്ഷണം കിട്ടും, ഇൻ പേഷ്യൻറ്റിന് അവിടെ ഭക്ഷണം ഇഷ്ടം പോലെ കിട്ടും. ഈ OP ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ക്യാൻറ്റീൻ്റെ അവിടെ പോയി നിന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കും, അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാറുണ്ട്. ഇതെല്ലാമാണ് എൻ്റെ പ്രവൃത്തികൾ. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ വെളുപ്പിന് എഴുന്നേൽക്കും. അതിനുശേഷം ആദ്യമേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. അതിനുശേഷം അച്ഛൻ്റെ ടോക്ക്, ഡെയിലി ബ്രെഡ് ടോക്ക് കേട്ടതിന് ശേഷമാണ് ദിവസവും പള്ളിയിൽ പോകുന്നത്. ഈ ഡെയിലി ബ്രെഡ് ഞാൻ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്യും. ഇതിനുശേഷം ഇത് പള്ളിയിൽ പോകും, കുർബാന കഴിഞ്ഞതിന് ശേഷം തിരികെ വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതെല്ലാമാണ് എൻ്റെ പ്രവൃത്തികൾ. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെ രക്ഷയും പറ്റി ഞാൻ സംസാരിച്ചു. സങ്കീർത്തനം 40:10 ഉടമ്പടി ദൈവത്തെ കണ്ടെത്താൻ നമ്മെ ഇടയാക്കുന്ന ഒരു ജീവിത നടപടിയാണ്. ഉടമ്പടിയിൽ ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളും രക്ഷയും മറച്ചു വയ്ക്കാതെ തുറന്നു പറയുന്നതാണ് ഒരു യഥാർത്ഥ സാക്ഷ്യം. ദൈവത്തിൻ്റെ നീതിയും കരുണയും നമ്മുടെ ഉള്ളിൽ മാത്രം അടച്ചു വയ്ക്കാനുള്ളതല്ല, അത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായി ലോകത്തോട് പങ്കിടേണ്ടതിനാണ്. ദൈവാനുഭവം ലഭിച്ചാൽ അത് പ്രഖ്യാപിക്കേണ്ടത് ഒരു ഉടമ്പടി ദൗത്യമാണ്. പരിശുദ്ധ അമ്മയും ലൂക്കായുടെ സുവിശേഷം 1:46 പറയുന്നത്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തും എന്നാണ്. അമ്മ ദൈവത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുകയാണ് ലോകത്തോട്. ആ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നാം ഓരോരുത്തരും കണ്ണുനീരോടെ വരുമ്പോൾ, നമ്മൾ ഓരോ പ്രാർത്ഥനകൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോഴും, രോഗശാന്തിക്കായിട്ടും ഭവനത്തിനായിട്ടും PR ലഭിക്കാനായിട്ടും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ഈ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. കാനായിൽ വെച്ച് ഇതുപോലെ തന്നെയാണ് ഇന്ന് പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും നടത്തി തരുന്നത്. ആ അമ്മയുടെ സന്നിധിയിൽ വന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായിട്ടാണ് നമ്മൾ ഓരോ സാക്ഷ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് മറ്റുള്ളവരോട് പങ്കുചെയ്യുന്നത്. ടാൻസൺ ലൂയിസ് നമ്മളോട് ഷെയർ ചെയ്തതും അതുതന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും ഇടപെടുന്ന ഓരോ കാര്യങ്ങളാണ് സാക്ഷ്യമായിട്ട് പറയുന്നത്. ദൈവം ചെയ്ത നന്മകൾ ഹൃദയത്തിൽ ഒളിപ്പിക്കാതെ അത് മറ്റുള്ളവർക്ക് സാക്ഷ്യമായി പങ്കിടാനായിട്ടാണ് ഈശോയും അമ്മയും നമ്മയും വിളിക്കുന്നത്. നമ്മുടെ ജീവിതവും ഒരു ജീവിത സാക്ഷ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ടാൻസൺ ലൂയിസിനും റിച്ചാർഡിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.